എന്താ മാം ചെയ്യണ്ടേ? ഇനി ഗൂഗിൾ എടുക്കാവോ? യാ. കോൺഫ്ലുവൻസ് എന്ന് പറയുന്നത് ഒരു കൊലാബറേറ്റീവ് വർക്ക് സ്പേസ് പോലെയാണ്. അതിൻ്റെ അകത്ത് ഡിഫറെൻറ്റ് ടീംസ് ഷെയർ ചെയ്യുന്നത് റിയൽ ടൈമിൽ നമ്മൾ ഷെയർ ചെയ്യുന്ന ഡോക്യുമെന്റ്സ് ആണെങ്കിലും പ്രൊജക്ട് മീറ്റിംഗ് റിപ്പോർട്ട്സ് ആണെങ്കിലും മീറ്റിംഗ് ഇൻവൈറ്റ്സ് ആണെങ്കിലും അതിൻ്റെ അപ്ഡേറ്റ്സ് ആണെങ്കിലും നോട്ട്സ് ആണെങ്കിലും എല്ലാം നമുക്ക് ക്യാപ്ചർ ചെയ്ത ഒരു പ്രോജക്റ്റ് മാനേജ്മെന്റ് പ്ലസ് ഒരു കൊലാബറേറ്റീവ് ടൂൾ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു വലിയ എന്റർപ്രൈസ് ലെവലില് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് കോൺഫ്ലുവൻസ്. ടീംസ് ഒക്കെ പോലാണോ? ടീംസ് നമ്മൾ ചാറ്റ് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുമാണ്. ഇതിൻ്റെ അകത്ത് കൂടുതലും നമ്മുടെ പ്രോജക്ട് റിലേറ്റഡ് ഡോക്യുമെന്റ്സും ഫോൾഡേഴ്സും മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലുവൻസ് യൂസ് ചെയ്യുന്നത്. പിന്നെ റിയൽ ടൈം അപ്ഡേറ്റ്സ് ഒരു മേ ബി ഒരു ഡെയിലി ടാസ്ക് അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ സ്റ്റേറ്റസ് നമുക്ക് റിയൽ ടൈം അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതപ്പം നോക്കാൻ പറ്റും. ഇപ്പൊ മൾട്ടിപ്പിൾ പീപ്പിൾ ക്യാൻ എഡിറ്റ് ദറ്റ് കോൺഫ്ലുവൻസ് ഷീറ്റ് ഓർ പേജ് അറ്റ് എ ടൈം. നമ്മൾ ആക്സസ് കൊടുക്കുന്നതിനനുസരിച്ച് എഡിറ്റർ വ്യൂ ആക്സസ് കൊടുക്കുന്നതിനനുസരിച്ച് സോഹോ ബുക്സ് പോലെയാണോ മാം? സോഹോ ബുക്സ് എന്താണ്? സോറി, ഞാൻ അതിനെ പറ്റി അത്ര അറിയില്ല. അല്ല, അതിലും ഇങ്ങനെ തന്നെ ചെയ്യാൻ പറ്റും. ലൈക്ക് നമ്മൾ ഒരു പേജ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സ്റ്റേറ്റസ് ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. അതേപോലെ വേറെ ആൾക്കാർക്ക് വേണമെങ്കിലും അത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ സ്റ്റേറ്റസ് ഒക്കെ അറിയാൻ പറ്റും. അതാണ് ഞാൻ ചോദിച്ചത്. ഒരു മിനിറ്റ്. ഓക്കെ, CRM ടൂൾ ആണെങ്കിൽ ഞാൻ ഒരു മിനിറ്റ് നെറ്റിൽ ഒന്ന് നോക്കട്ടെ. സോഹോ ബുക്സ് അല്ലേ? അതെ, അത് പല ടൈപ്പ് ഉണ്ട്. സോഹോയില് മറ്റേ ബുക്സും ഉണ്ട്, നമ്മുടെ മറ്റേ CRM ഉണ്ട്. ഓക്കെ, ഇത് കാണിക്കുന്ന അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ എന്നാണ് കാണിക്കുന്നത്. സോഹോ ബുക്സ്. ഓക്കെ, അത് വേറെ സംഭവം തോന്നുന്നു. അപ്പം ഇതിൻ്റെ അകത്ത് അറ്റ്ലേഷ്യൻ എന്ന് പറഞ്ഞ ഒരു ഓസ്ട്രേലിയൻ കമ്പനിയുടെ ആണ് ഈ കോൺഫ്ലുവൻസ് എന്ന് പറഞ്ഞ അവരുടെ ഡെവലപ്പ് ചെയ്ത ടൂള്. ഇപ്പം ത്രൂ ഔട്ട് വേൾഡ് വൈഡ് ഇപ്പം മോസ്റ്റ് ഫ്രീക്വന്റ്ലി പ്രോജക്ട് മാനേജ്മെന്റ് അതിന്റെ പ്രോജക്ട് കൂടുതൽ മൾട്ടിപ്പിൾ ടീംസ് ഇപ്പം ഡിഫറെന്റ് കമ്പനീസ് ഒരു പ്രൊജക്റ്റിന് ഇൻവോൾവ് ആണ്. ഇപ്പം കമ്പനി 1, കമ്പനി 2. അപ്പം അവർക്ക് ഒരു കൊലാബറേറ്റീവ് വർക്ക് സ്പേസ് എന്ന് അതിന് വേണ്ടിയിട്ടാണ് ഈ കോൺഫ്ലുവൻസ്. പ്ലസ് നമ്മുടെ ഇന്റേണൽ ഇപ്പം ഒരു ടീം മാനേജ്മെന്റിന് അതിന്റെ റിസോഴ്സസ് ഒരു സ്ഥലത്ത് കാണാനും നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് കാണാനും റിയൽ ടൈം അപ്ഡേറ്റ്സിനും പ്രോജക്ട് അപ്ഡേറ്റ്സിനും എല്ലാത്തിനും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് കോൺഫ്ലുവൻസ്. അപ്പൊ അതിന്റെ ആദ്യത്തെ ലിങ്ക് ടാപ്പ് ചെയ്തോ. സൈൻ അപ്പ് എന്തെങ്കിലും ഡമ്മി അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാലിഡ് ഒരു ഇമെയിൽ ID കൊടുത്തിട്ട് ലോഗിൻ ചെയ്യാം. അജൈൽ ടീംസ് കൂടുതലും യൂസ് ചെയ്യുന്ന ടൂളാണ്. ഓക്കെ. ലോഗിൻ ആയില്ലേ? ഒരു OTP വരുമായിരിക്കും നമ്മുടെ മെയിലിലോട്ട്. ഇതിൽ നമുക്ക് പ്രൊജക്ട് മാനേജ്മെന്റ് ചൂസ് ചെയ്തോ. പ്രൊജക്ട് മാനേജ്മെന്റ് ലെഫ്റ്റ് സൈഡ്. നെക്സ്റ്റ്
ഇതിൻ്റെ അകത്ത് പേജസ് എന്തൊക്കെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ടൂൾസ് ഉണ്ട് അതാണ് കാണിക്കുന്നത്. ഇവിടെ എന്തെങ്കിലും നമുക്ക് ടീം മെമ്പേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യണമെങ്കിൽ അത് ജസ്റ്റ് ഫിനിഷ്. ഇതാണ് അപ്പം കോൺഫ്ലുവൻസിന്റെ ഡാഷ്ബോർഡ്. അപ്പം ഇതിന്റെ അകത്ത് ലെഫ്റ്റ് അല്ല, സൈഡ് ഇതെടുക്കുന്നതിന് നമുക്ക് ഇത് മറ്റേ പെയ്ഡ് ഒന്നും അല്ല, ഫ്രീ അല്ലേ? അല്ല, ഇത് ഇതില് കോൺഫ്ലുവൻസിൽ പെയ്ഡ് അല്ല. ആ. ആ പിന്നെ എന്റർപ്രൈസ് ലെവൽ യൂസ് ചെയ്യുവാണെങ്കിൽ പെയ്ഡ് ആയിരിക്കും, കാരണം ഫീച്ചേഴ്സ് കൂടുതൽ അതിൻ്റെ അകത്ത് കാണും. ഇത് മറ്റേ ബിസിനസിനെ ഹെൽപ്പ് ചെയ്യുന്നൊക്കെ ആയിരിക്കും അല്ലേ? അതെ അതെ, ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പം ഇതിൻ്റെ അകത്ത് താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്യാം. വൈറ്റ് ബോർഡ്സ്, ആക്ഷൻ ഐറ്റംസ്, ഡിസിഷൻസ്, അങ്ങനെ പല സാധനങ്ങളുണ്ട്. ഇച്ചിരി മേലെ ഇത് നോട്ട്സ് ആണെന്ന് തോന്നുന്നു നമ്മൾ എടുത്തേക്കുന്നത്. അപ്പം നമ്മൾ മേളില് ലെഫ്റ്റ് സൈഡിൽ തന്നെയുണ്ട് ഫോർ യു. നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ്. റീസെന്റ് എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും റീസെന്റ്ലി ക്രിയേറ്റഡ് പേജസോ എന്തെങ്കിലും റീസെന്റ് നോട്ട്സോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യാം. റീസെന്റ് മീറ്റിംഗ്സോ അങ്ങനെ നമ്മൾ റീസെന്റ്ലി ക്രിയേറ്റഡ് സാധനങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് കിടക്കും. പിന്നെ സ്റ്റാർട്ട് നമ്മൾ സേവ് ചെയ്തിട്ടേക്കുന്ന സാധനങ്ങൾ. പിന്നെ സ്പേസസ് എന്ന് ഞാൻ പറഞ്ഞത് ഒരു നമ്മുടെ പ്രൊജക്ട് ലെവലിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വർക്ക് സ്പേസ് പോലാണ്. അപ്പൊ അതിൻ്റെ അകത്തായിരിക്കും നമ്മൾ ഒരു അതെ, ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്തോ. ഇപ്പൊ കറന്റ്ലി നമ്മുടെ എനിക്ക് സൂര്യാസ് വർക്ക് സ്പേസ് എന്ന് പറഞ്ഞ ഒരെണ്ണം കിടപ്പുണ്ട്. ഇനി ഒരു പ്രോജക്റ്റിന്റെ പേര് കൊടുത്തേച്ച് ഇപ്പൊ ആമസോൺ വർക്ക് സ്പേസ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്തോ. താഴോട്ട് നെക്സ്റ്റ്. നെക്സ്റ്റ്. അപ്പൊ ഒരു വർക്ക് സ്പേസ് ക്രിയേറ്റ്. ഈ വർക്ക് സ്പേസിന്റെ അകത്ത് നമുക്ക് ഒരു പ്രൊജക്ട് ലെവൽ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ടീംസിനെ ഇൻവൈറ്റ് ചെയ്ത് നമ്മുടെ കൊലീഗ്സിനെ ഇൻവൈറ്റ് ചെയ്തിട്ട് അവർക്ക് ആക്സസ് കൊടുത്തിട്ട് അങ്ങനെ ഓരോ പേജസ് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ഓരോ മീറ്റിംഗ് നോട്ട്സ് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ ഇതിനകത്ത് ഫുൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. അപ്പം മേളില് ക്രിയേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ടാപ്പ് ചെയ്യാം. എവിടെയാ മാം? താഴോട്ട് സ്ക്രോൾ ചെയ്യാം. ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് കുറച്ച് കാര്യങ്ങള്. ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യട്ടെ? ഒന്ന് താഴോട്ട് വരാം. ജസ്റ്റ് അല്ലാതെ സ്ക്രീൻ ഒന്ന് താഴോട്ട് വരാം. അതിന്റെ ലെഫ്റ്റ് സൈഡിലോട്ടൊന്ന്, ലെഫ്റ്റ് സൈഡില് ഉണ്ട്. ഇവിടെ ഇത്രയും സാധനങ്ങൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ടെംപ്ലേറ്റ്, ഒരു പ്രൊജക്റ്റിന് പറ്റിയ ഒരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യാം. ഒരു റിയൽ ടൈം ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ താഴെയുണ്ട്. അതിന് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ഒരു ഡോക്യുമെന്റ്. പിന്നെ നോട്ട്സ് ഉണ്ട്. പിന്നെ വൈറ്റ് ബോർഡ്സ് ഉണ്ട്. വൈറ്റ് ബോർഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മൾട്ടിപ്പിൾ ടീംസ് കൊലാബറേറ്റ് ചെയ്തിട്ട് അവരുടെ ഇൻപുട്സ് ഷെയർ ചെയ്യുന്ന ഒരു സംഭവമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയും. ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു പ്രോജക്റ്റിൽ ഒരു ഇഷ്യൂ ഉണ്ടായി, ഒരു മേ ബി ഒരു വലിയൊരു റിക്വയർമെന്റ് പോകേണ്ടത്, അത് സം കൈൻഡ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഗ്യാപ്പിലോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം അത് ആ പ്രൊജക്ട് പുൾ ബാക്ക് ആയി. അപ്പം അതിന് നമ്മളൊരു ബ്രെയിൻ സ്റ്റോമിംഗ് ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ ടീംസ് കൊലാബറേറ്റ് ചെയ്ത് മീറ്റിംഗ്സ് ചെയ്തിട്ട് അതിന്റെ മീറ്റിംഗ് അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്, നെക്സ്റ്റ് ടൈം മീറ്റിംഗിൽ നമുക്ക് എടുക്കേണ്ട ആക്ഷൻസ്, അജണ്ട എന്തൊക്കെയാണെന്ന് പറഞ്ഞ് ഡിസ്കസ് ചെയ്ത് പുട്ട് ചെയ്യുന്ന ഒരു സ്പേസ് ആണ് ഈ വൈറ്റ് ബോർഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊലാബറേറ്റീവ് സ്പേസ്, പല കാര്യങ്ങൾക്കും മീറ്റിംഗ്സിനും അതിന്റെ കീ അപ്ഡേറ്റ്സ് എടുക്കാനും നോട്ട് ചെയ്ത് വെക്കാനും അങ്ങനത്തെ ഒരു സംഭവമാണ് വൈറ്റ് ബോർഡ്. പിന്നെ ഇനി മേളിലത്തെ ടാപ്പ് ക്രിയേറ്റ് ചെയ്തു, ക്രിയേറ്റ് ബട്ടനെ ടാപ്പ് ചെയ്തു. ഇതിന്റെ അകത്ത് നമുക്ക് എല്ലാം ട്രൈ ചെയ്യാം. ആദ്യത്തെ ലൈവ് ഡോക്യുമെന്റ്. ഇപ്പൊ ഞാൻ എൻ്റെ ടീംമേറ്റ്സിനോട് പറയാം, നമ്മളിപ്പം വർക്ക് ചെയ്യുന്ന ഒരു പ്രോജക്റ്റില് മേ ബി ഒരു റിക്വയർമെന്റ് ABC സ്റ്റോറിയിൽ റിക്വയർമെന്റ് ഡോക്യുമെന്റ്, ഇതിന് നമുക്കൊരു പേര് കൊടുക്കണം. അപ്പം ഏതെങ്കിലും പേര് കൊടുത്തോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആമസോൺ ന്യൂ അറൈവൽസ് എന്ന് പറഞ്ഞൊരു റിക്വയർമെന്റ് ആണെന്ന് വെച്ചോ. അതിന്റെ അകത്ത്
നമ്മുടെ ഈ റിക്വയർമെന്റിന്റെ അകത്തെ പുതിയ ലേണിങ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞ് എനിക്ക് ഒരു ബുള്ളറ്റ് ആയിട്ട് മീറ്റിംഗ് നോട്ട്സ് ആയിട്ട് എഴുതണം. റൈറ്റ് സൈഡിലെ അതൊന്ന് ക്ലോസ് ചെയ്യാം. ലേൺ ദ ബേസിക്സ്. എന്നിട്ട് താഴോട്ട് ഇവിടെ നമുക്ക് ഇത്രയും സംഭവങ്ങൾ ഈ സ്ക്രീനിൽ യൂസ് ചെയ്യാം. 1-on-1 മീറ്റിംഗ് എന്ന് പറയുമ്പോൾ ആ മീറ്റിംഗ് നോട്ട്സ് എന്തൊക്കെയാണ്, ഡേറ്റ് ആൻഡ് ടൈം ക്രിയേറ്റ് ചെയ്ത് അത് ടാപ്പ് ചെയ്തോ. അതിന്റെ ഒരു ടെംപ്ലേറ്റ് വന്നു. ഇന്ന ഡേറ്റിൽ നമ്മൾ മീറ്റ് ചെയ്തു, ഇന്ന ടൈമിൽ പാർട്ടിസിപ്പൻസ് ഇതൊക്കെയാണ്. ഇതൊക്കെ ഹൈ ലെവൽ കോർപ്പറേറ്റ് മീറ്റിംഗ്സിന് ആവശ്യമാണ്. നമ്മുടെ ഇന്റേണൽ പ്രോജക്ട് മീറ്റിംഗ്സിനൊന്നും ഇതൊന്നും ആവശ്യമില്ല. ഇതൊക്കെ വലിയ സ്റ്റേക്ക് ഹോൾഡേഴ്സും ക്ലയൻസുമായിട്ട് വലിയ മീറ്റിംഗ്സ് നടക്കുമ്പോൾ അവർക്കൊരു ഇതാണ് നമ്മുടെ മീറ്റിംഗ് അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞ് എല്ലാവർക്കും ഷെയർ ചെയ്യാനുള്ള ഒരു ഡോക്യുമെന്റ് പോയിന്റ് കൈൻഡ് ഓഫ് ആണ്. പിന്നെ അതുപോലെ മിനിറ്റ്സ് ഒക്കെ പോലാണോ? മിനിറ്റ്സ് പോലെ തന്നെ. പിന്നെ താഴോട്ട് വന്ന് ഗോൾസ് ആൻഡ് പ്രോഗ്രസ് ഇതുണ്ടോ. ഇതൊരു ടേബിൾ ഫോർമാറ്റിലാണ് നമ്മൾക്ക് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാം. ഇപ്പം നമുക്ക് ഇതിന് ഹെഡിങ് മാറ്റാം. ഹെഡിങ് മാറ്റിയിട്ട് നമ്മുടെ രീതിയിൽ റൈറ്റ് സൈഡിൽ ഒരു ബട്ടൺ ഉണ്ട്. അല്ല, ലെഫ്റ്റ് സൈഡിൽ ഒരു പ്ലസ് ബട്ടൺ കണ്ടോ? അത് അതിന്റെ ഹെഡിങ് മാറ്റാം. ബാക്ക് അടിച്ചോ. ഇതിപ്പോ നമുക്ക് എന്തെങ്കിലും ഗോൾസ് ആൻഡ് പ്രോഗ്രസ് ആണ്. അപ്പൊ നമ്മുടെ പ്രൊജക്ടിന്റെ എന്തെങ്കിലും ഹെഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാല് മീറ്റിംഗ് അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ടോ. റൈറ്റ് സൈഡിൽ വാട്ട് ആക്ഷൻ ഐറ്റംസ് എന്ന് പറഞ്ഞിട്ടോ. റൈറ്റ് സൈഡിലെ പ്രയോറിറ്റീസ് ലാസ്റ്റ്. ഇതൊക്കെ ടു ഡു എന്ന് പറഞ്ഞിട്ടോ. ഇപ്പം മീറ്റിംഗ് അപ്ഡേറ്റ്സ് നമുക്ക് എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്, എന്താണ് നമ്മൾ എടുക്കാൻ പോകുന്ന ആക്ഷൻ ഐറ്റം, എന്താണ് ഇനി നമുക്ക് അതിനുള്ള പ്രീ റിക്വിസിറ്റ് കൈൻഡ് ഓഫ് നമ്മൾ ഒരു പ്രൊജക്ട് ലെവൽ എത്ര പെർസെൻറ്റേജ് വർക്കിന്റെ എക്സിക്യൂട്ട് ആയി എന്നുള്ളൊരു അപ്ഡേറ്റ്സ്, ഒരു പ്രൊജക്ട് അപ്ഡേറ്റ്സ് കൊടുക്കാം ഇവിടെ. അപ്പം ഇതിന്റെ ഹെഡിങ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് മാറ്റാം. അതെ. പിന്നെ അങ്ങനത്തെ ഒരു മിനിറ്റ്സിന്റെ പ്രോഗ്രസ് ആൻഡ് അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞൊരു സെക്ഷനാണ്. പിന്നെ ഇതിൽ ഇനി സെക്ഷൻസ് ആഡ് ചെയ്യണമെങ്കിലോ, ലൈക് ഇനി താഴേക്ക് നമുക്ക് ആഡ് ചെയ്യണമെങ്കിലോ ഇവിടെ തന്നെ കാണും. ജസ്റ്റ് മേലോട്ടൊന്ന് സ്ക്രോൾ ചെയ്യാം. ഇൻസേർട്ട് കോളംസ് ആൻഡ് റോസ് പ്ലസ് ബട്ടൺ അതെല്ലാം ടാപ്പ് ചെയ്ത് ഇതാണോ ഇൻസേർട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്ത് ടേബിൾ. അതൊരു പുതിയ ടേബിൾ ആണ് ക്രിയേറ്റ് ആവുന്നത്. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് പുതിയ ടേബിളോ? പുതിയ ടേബിൾ. ജസ്റ്റ് റൈറ്റിലോട്ട് നമ്മൾ പുള്ളി ചെയ്യുവാണെങ്കിൽ ഒരു റോ കൂടി ഇൻസേർട്ട് ആവും. ഇതെന്ന് വെച്ചാൽ അല്ലല്ലോ, ഇതിന്റെ ഉള്ളിൽ തന്നെ ടേബിൾ ക്രിയേറ്റ് ആയി. ഇതിന്റെ ഉള്ളിലാണ് ആഡ് ന്യൂ. അതുണ്ട്. അല്ലല്ല, ഇതിന്റെ അകത്ത് തന്നെ കസ്റ്റമൈസ് ആവും. ഈ ബോക്സ് കോളത്തിന്റെ അകത്ത് തന്നെ. മറ്റേ വെളിയിൽ ടാപ്പ് ചെയ്തിട്ട് എൻറ്റർ കൊടുത്തു നോക്കാവോ? പുറത്ത് എവിടെയാ? റൈറ്റ് സൈഡില്. എവിടെയാ മാം? ഇത് പോണില്ലല്ലോ. ഇവിടെ ഒരു മിനിറ്റ്. ഈ പ്ലസില് വ്യൂ മോർ ടേബിൾ ഓപ്ഷൻസ് താഴെ നമ്പേർഡ് കോളംസ് ഇതെല്ലാം നമ്മുടെ റൈറ്റ് സൈഡിൽ ടാപ്പ് ചെയ്ത് താഴോട്ട് നമ്മൾ എൻറ്റർ കൊടുത്ത് നോക്കാം. റൈറ്റ് സൈഡിൽ ഈ ടേബിളിന്റെ വെളിയിൽ അതിന്റെ കോർണർ, റൈറ്റ് കോർണറിന്റെ അവിടെ അതിന്റെ അപ്പുറത്തെ ഇച്ചിരൂടെ റൈറ്റ് സൈഡ് ഇച്ചിരി റൈറ്റിലോട്ട് പുള്ളി ചെയ്യാതെ. അത് എക്സ്പാൻഡ് ആണോ എന്നേ ഉള്ളല്ലേ?
റാൻഡം കൊലാപ്സ് ആണെന്ന് തോന്നുന്നു. റൈറ്റ് സൈഡിൽ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് സോറി ഒരു മിനിറ്റ്, അതിന്റെ മേളിൽ ഹോവർ ചെയ്തേന്ന് റൈറ്റ് ക്ലിക്ക്, ഇൻസേർട്ട് ഇല്ല അല്ലേ? ഒരു മിനിറ്റ്, ഞാൻ എൻ്റെ ഒന്ന് എടുത്ത് നോക്കട്ടെ. അതിൻ്റെ അകത്ത് വരുന്നില്ല. ഇൻസേർട്ട് ന്യൂ ടേബിൾ കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് ഒരു മിനിറ്റ് നമ്മൾ ഡീഫോൾട്ട് ആയിട്ട് നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ എത്ര റോസും സൈസും അവർ ചോദിക്കുന്നുണ്ട്. അതിനപ്പുറം ഇത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുമോ? ടേബിൾ ഓപ്ഷൻസ്, ഒരു മിനിറ്റ്. ഫിക്സ്ഡ് കോളം വിത്ത് ഹെഡർ കോളം, നമ്പേർഡ് കോളംസ്. Insert row. താഴെ ഓപ്ഷൻസ് ഉണ്ട്. 1 കോളം ലേഔട്ട്, 2 കോളം ലേഔട്ട്, 4 കോളം ലേഔട്ട് എന്ന് പറഞ്ഞ് 5 കോളം ലേഔട്ട് എന്ന് പറഞ്ഞുണ്ട്. പിന്നെ അല്ലാതെ നമ്മൾ ഈ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന അപ്പൊ തന്നെ ഇത്ര റോസ് ഇത്ര കോളം അത് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട്. അതില് കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ എന്നാലും ഒന്ന് ചെയ്ത് നോക്കാം. ഐ മീൻ നെറ്റ് സെർച്ച് ചെയ്ത് നോക്കാം. തോന്നുന്നു ഫോർ ദ ടൈം ബീങ് ഇത് വെച്ച് നമുക്ക് പ്രൊസീഡ് ചെയ്യാം. അപ്പം അങ്ങനത്തെ ഒരു ബോർഡാ. പിന്നെ ഇത് ലൈവ് ഡോക്യുമെന്റ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ലൈവ് ഡോക്യുമെന്റ് അകത്ത് റിയൽ ടൈംസ് നമുക്ക് ഇൻവൈറ്റ് പീപ്പിൾ കൊടുത്ത് മേളില് ഷെയർ ഓർ ഇൻവൈറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണും. ഇത് ഡാഷ്ബോർഡ് കാണുന്നില്ല. ഫുൾ സ്ക്രീൻ ഇടാമോ? ഒരു മിനിറ്റ്, ഇത് ഫുൾ സ്ക്രീൻ ആണല്ലേ? ഇതിനകത്ത് ഇൻവൈറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. മേളിലോട്ടൊന്ന് സ്ക്രോൾ ചെയ്യാം. ലെഫ്റ്റ് സൈഡ് മേളിലോട്ട്. ഓക്കെ. ആപ്സിന്റെ അകത്ത് പോയി ആപ്സ്. ഇത് ഷെയർ ഉള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ. അപ്പൊ ഷെയറിന്റെ അകത്ത് തന്നെയാ നമുക്ക് പല ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഷെയർ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഡോക്യുമെന്റ് ലിങ്ക് ആർക്കൊക്കെയാണ് ഷെയർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ. പിന്നെ ദേ ക്യാൻ എഡിറ്റ്. പിന്നെ എന്തൊക്കെ ആക്സസ് ആണെന്ന് അത് അവിടെ തന്നെ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാം. ഷെയർ ചെയ്യാം. ഓപ്പൺ ഡ്രോപ്പ് ഡൗൺ സെലക്ട് ചെയ്യാം. ഓപ്പൺ റെസ്ട്രിക്റ്റഡ്. അപ്പം റെസ്ട്രിക്റ്റഡ് വെച്ചിട്ട് എനിക്ക് ആർക്കൊക്കെ ഞാൻ ഈ ഡോക്യുമെന്റ് ഷെയർ ചെയ്ത് കൊടുക്കുന്നു അവർക്ക് മാത്രമേ റെസ്ട്രിക്റ്റഡ് ആക്സസ് കാണത്തുള്ളൂ. ഓൺലി സ്പെസിഫിക് പീപ്പിൾ ക്യാൻ വ്യൂ ഇറ്റ് or anyone will be able to edit this document. അങ്ങനെ റെസ്ട്രിക്റ്റഡ് കൊടുത്തിട്ട് നമ്മൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ നമ്മൾ ഷെയർ ചെയ്യും ഈ ഡോക്യുമെന്റ്. they can access that link, this document. അതാണ് ഇങ്ങനെ ലൈവ് ഡോക്യുമെന്റിന്റെ ഉദ്ദേശം. ഓക്കെ. അപ്പം പിന്നെ ഇതുപോലെ നമുക്ക് താഴെ ക്ലോസ് ചെയ്ത് താഴെ ഇവിടെ തന്നെ നമുക്ക് എന്തെങ്കിലും ജിറ ആണെങ്കിൽ അറ്റ്ലേഷ്യന്റെ തന്നെയാണ് ജിറയും. അപ്പം വേറെ ടൂൾസുമായിട്ട് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും.
അപ്പം ജിറയിൽ നമ്മൾ എന്തെങ്കിലും ഡിഫക്ട്സോ എന്തെങ്കിലും ലോഗ് ചെയ്ത് കഴിയുമ്പം അത് നമുക്ക് എന്തെങ്കിലും ബ്ലോക്കർ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ഇവിടെ തന്നെ ഹൈലൈറ്റ് ചെയ്തിട്ട് അപ്ഡേറ്റ്സ് കൊടുക്കാം. ഇപ്പം റിയൽ ടൈം പ്രോജക്ട്സ് ആണെങ്കിൽ ഒരു ക്ലയന്റ് ഈ പേജ് ആണ് വിസിറ്റ് ചെയ്ത് ഗോൾസ് നമ്മൾ പ്രോജക്ട്സിന്റെ അപ്ഡേറ്റ്സ് നോക്കുവാണെങ്കിൽ അപ്പോൾ റിയൽ ടൈം ദേ ക്യാൻ ട്രാക്ക് വാട്ട് ഈസ് ദ പ്രോഗ്രസ്, ഹൗ മച്ച് പെർസെൻറ്റേജ് ഇസ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് നമുക്ക് ഇവിടെ ഒരു ടേബിളിൻ്റെ അകത്ത് പെർസെൻറ്റേജ് കംപ്ലീഷൻ, പാസ്റ്റ്, ഫെയിൽ, പിന്നെ എന്തെങ്കിലും ബ്ലോക്കർ ഓർ ഹൈ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിന്റെ ലിങ്കും വേണമെങ്കിൽ താഴെ കൊടുക്കാം. ജിറ ഇന്റഗ്രേറ്റഡ് ആയിരിക്കണം എന്നേ ഉള്ളൂ. അപ്പം ജിറ ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആപ്സ് എന്ന് പറഞ്ഞൊരു ആ ഒരു ആപ്ലിക്കേഷൻ ലെഫ്റ്റ് സൈഡിൽ അത് നമുക്ക് 1 by 1 പോവാം. ഇനി അടുത്ത പ്ലസിൽ ക്രിയേറ്റ് ചെയ്യാം. ടാപ്പ് ചെയ്യുക റൈറ്റ് സൈഡ് മേലിൽ ഇതാണോ മാം? ക്രിയേറ്റിൽ. ഇനിയുള്ളത് പേജസ് ആണ്. പേജ് ഈ പേജ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് അധികം എല്ലാവർക്കും ആക്സസ് കാണില്ല. അപ്പം ഇതാണെങ്കിൽ നമുക്ക് കൊടുക്കാം. പക്ഷെ എന്ന് വെച്ചാൽ ഇത് യൂഷ്വലി 1 എഡിറ്റർ ആയിരിക്കും. അപ്പം ഒരാൾ എഡിറ്റ് ചെയ്തിട്ട് ഈ പേജ് പബ്ലിഷ് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പൊ കൈൻഡ് ഓഫ് ഒരു റെഫറൻസ് ഡോക്യുമെന്റ് അല്ലെങ്കിൽ നോളജ് ബേസ് എന്ന് പറഞ്ഞ് നമ്മൾ ഒരു ഡോക്യുമെന്റ് എഴുതി നമ്മുടെ project related details. If a new member is joining the team, what are the prerequisites of what steps a person has to go through, what documents he can go through, some referrals or some videos, content sharing. അങ്ങനെ ഇതെല്ലാം ഒരു ഡോക്യുമെന്റ് ആയിട്ട് റിയൽ ടൈം നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ് പേജസ്. അപ്പോൾ നമുക്കൊരു ഇതിനകത്ത് പേജിന് ഒരു ടൈറ്റിൽ കൊടുക്കാം. ടൈറ്റിൽ കൊടുത്തിട്ട് ഇപ്പൊ അതിന് നമ്മൾ ഇമേജസ് യൂഷ്വലി കൊടുക്കാറില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് ടെംപ്ലേറ്റ്സ് ഉണ്ട് റൈറ്റ് സൈഡിൽ. ഇതിന് ഇപ്പൊ എന്തെങ്കിലും റാൻഡം പേജ് ടൈറ്റിൽ കൊടുത്തോ. പേജ് ഇപ്പം ആമസോൺ സെയിൽസ് എന്ന് പറഞ്ഞ എന്തെങ്കിലും കൊടുത്തോ. അപ്പം ടെംപ്ലേറ്റ്സ് അവിടെ താഴെ ഉണ്ട് ടെംപ്ലേറ്റ്സ്. താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് പല ടൈപ്പ് ഓഫ് ടെംപ്ലേറ്റ്സ് ഓവർ ചെയ്യുമ്പം ഓരോ ഡീറ്റെയിൽസ് ടാബുലർ ഫോർമാറ്റ് ആണോ, എന്ത് ടൈപ്പ് ഓഫ് ടെംപ്ലേറ്റ് ആണ് നമുക്ക് പ്രിഫർ ആവുന്നത്, ആ കൈൻഡ് ഓഫ് ടെംപ്ലേറ്റ് നമ്മൾ യൂസ് ചെയ്തിട്ട് ആ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുകയാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു പേജ് നമ്മൾ യൂഷ്വലി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല, അത് പബ്ലിഷ് ചെയ്താലേ എല്ലാവർക്കും കാണത്തുള്ളൂ. അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. ഇപ്പം ഞാനൊരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്തു, പബ്ലിഷ് ചെയ്തിട്ടില്ല എങ്കിൽ മറ്റുള്ളവർക്ക് അത് കാണാൻ പറ്റില്ല. പബ്ലിഷ് ചെയ്താൽ നമ്മുടെ വർക്ക് സ്പേസിനുള്ളിൽ അതിൻ്റെ അകത്ത് ആഡ് ചെയ്തേക്കുന്ന യൂസേഴ്സിനെ, ഇൻവൈറ്റഡ് യൂസേഴ്സിനെല്ലാം കാണാൻ പറ്റും ആ പേജ്. അതാണ് പേജസിന്റെ സംഭവം. ബേസിക്കലി ഒരു നോളജ് ബേസ് നമുക്ക് ടീമിന് എന്തെങ്കിലും പ്രീ റെക്കോർഡഡ് അല്ലെങ്കിൽ ഡേറ്റ എന്തെങ്കിലും ടൈപ്പ് ഓഫ് വാലിഡേഷൻ ചെയ്യാനാണെങ്കിൽ ജസ്റ്റ് ഗോ ത്രൂ ദീസ് എന്ന് പറഞ്ഞൊരു സ്റ്റെപ്പ് വൈസ് കൈൻഡ് ഓഫ് ഡോക്യുമെന്റ് ആണെങ്കിലോ അല്ലെങ്കിൽ ഇനീഷ്യൽ സ്റ്റെപ്സ് ഫോർ എ യൂസർ ടു ഗോ അഡ്മിൻ ലെവൽ ഡോക്യുമെന്റ്സ് ആണെങ്കിൽ നമുക്ക് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാം. കൈൻഡ് ഓഫ് എ നോളജ് ബേസ്. അത് സ്റ്റാറ്റിക് ആയിരിക്കും. പിന്നെ ഓത്തറിന് മാത്രമേ അത് അപ്ഡേറ്റ് ചെയ്യാനുള്ളൊരു പ്രൊവിഷൻ കാണത്തുള്ളൂ. അങ്ങനെ. പിന്നെ ഇനിയും പ്ലസിൽ ഒന്നുകൂടെ ക്രിയേറ്റ് ചെയ്യാം, ടാപ്പ് ചെയ്യാം ക്രിയേറ്റ് മേളിൽ. പിന്നെ വൈറ്റ് ബോർഡ്സിനും ടെംപ്ലേറ്റ്സ് ഉണ്ട്. സ്ക്രോൾ ചെയ്യാം. ഇത് നമ്മള് ഈ മറ്റേ യൂസ് കേസസ് പോലെയാ, ഡ്രോ ആൻഡ് ഷെയർ എന്ന് പറഞ്ഞ് അങ്ങനത്തെ ഒരു സംഭവമാണ്. നമ്മൾ കൂടുതലും മൾട്ടിപ്പിൾ ടീംസ് കൊലാബറേറ്റ് ചെയ്തിട്ട് ഒരു ഇപ്പം ഒരു നമ്മൾ ഈ കേസ് സ്റ്റഡി ചെയ്യുന്ന പോലെ ഡേറ്റ ഫ്ലോ, ഹൗ ഈസ് വൺ ആപ്ലിക്കേഷൻ ലിങ്ക് ടു അതർ ആപ്ലിക്കേഷൻ, നമ്മൾ നേരത്തെ പഠിച്ചില്ലായിരുന്നോ? ഫ്ലോ ചാർട്ട് പോലെ. ഇത് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് മാം അത് പോണത്. എങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോഴാണോ പോകുന്നത്?
ആ അപ്പൊ ഇതില് ഏതേലും ഒരു ടെംപ്ലേറ്റ് കൂടുതലും ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഓരോ കൊലാബറേറ്റ് ആയിട്ട് സൊല്യൂഷൻസ്, ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിന് സൊല്യൂഷൻസ് സജസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ബ്രെയിൻ സ്റ്റോമിംഗ്. അതുപോലെ ഇതൊക്കെ കൂടുതലും ഫ്ലോ ചാർട്ട് പോലാണ് വെച്ച് കഴിഞ്ഞാൽ ഹൗ വൺ ആപ്ലിക്കേഷൻ ഇസ് ലിങ്ക് ടു അതർ, മേ ബി ഡേറ്റാബേസസ് ഓർ സെർവേഴ്സ് ഓർ ബ്രൗസേഴ്സ് എന്ന് പറഞ്ഞൊരു ഒരു ഒരു സംഭവമാണ്. ഇതിപ്പോ ഞാൻ എങ്ങനെ എടുത്ത ഈ സാധനം? ഇത് എവിടെ നിന്ന് വന്നു? ഇത് റൈറ്റ് സൈഡിൽ ടെംപ്ലേറ്റ് നമ്മൾ ടെംപ്ലേറ്റ് ടാപ്പ് ചെയ്തു. ഇതൊന്ന് അൺടൈറ്റിൽഡ് വൈറ്റ് ബോർഡ് നമ്മളൊരു വൈറ്റ് ബോർഡ് ക്രിയേറ്റ് ചെയ്തതാ, അതിന്റെ ഒരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്തതാ. താഴെ ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്. ഇത് ഇത് ടെംപ്ലേറ്റ്സിന്റെ അകത്ത് നമുക്ക് ആഡ് ചെയ്യേണ്ട ഡീറ്റെയിൽസ് ആ. എന്തേലും മാം ഇതൊക്കെ നമ്മള് മാമിന്റെ അടുത്ത് മാം ചെയ്തിട്ടുള്ളത് എന്തെങ്കിലും കാണിക്കാൻ പറ്റുമോ? ഞാൻ ചെയ്തിട്ടുള്ളതോ? അതാണെങ്കിൽ കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാൻ പറ്റും. വൈറ്റ് ബോർഡ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ചെയ്തില്ല. വൈറ്റ് ബോർഡ്സ് ഞാൻ ചെയ്തിട്ട് അല്ലെങ്കിൽ ഷെയർ ചെയ്യാം. വൈറ്റ് ബോർഡ്സ് ഞാൻ ചെയ്തിട്ടെ ഇച്ചിരൂടെ ഒന്ന് ആക്ടിവിറ്റി ഞാൻ തന്നെ ചെയ്തിട്ട് ഷെയർ ചെയ്യാം. പിന്നെ ഉള്ളത് മീറ്റിംഗ് നോട്ട്സ് ആണ്. മീറ്റിംഗ് നോട്ട്സ് ഇതിന്റെ അകത്ത് അല്ല, ഇതിന്റെ അകത്തല്ല, വൈറ്റ് ബോർഡ്സിന് ബാക്ക് പ്ലസ് ഇത് ഡിസ്കാർഡ് ചെയ്യാൻ ഓപ്ഷൻ പ്ലസ് എന്ന് ക്രിയേറ്റ് ചെയ്ത് അല്ല മേളില് പ്ലസ് ഇതല്ലേ? ഡേറ്റാബേസസ് അധികം ഞങ്ങൾ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ സ്പേസസ് ജസ്റ്റ് നമ്മുടെ പ്രോജക്റ്റ് വർക്ക് സ്പേസ് ആണ്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്താണ്, ഒരു പ്രൊജക്ടിന് പറ്റിയ ഒരു പ്ലേസ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ എല്ലാ ഡോക്യുമെന്റ്സും റീസെന്റ് ആക്ടിവിറ്റീസും മീറ്റിംഗ്സും അതെല്ലാം അവിടെ ആ സ്പേസിൽ കാണാൻ പറ്റും. ഏറ്റവും മേളില് കോൺഫ്ലുവൻസ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ടല്ലോ ലെഫ്റ്റ് സൈഡ് മേളില്, ഇവിടെയാണ് നമ്മൾ ചെയ്തിട്ടുള്ള വർക്കുകളെല്ലാം കിടക്കല്ലോ കാണുന്നത്. അതെ. അപ്പം ഇവിടെ തന്നെ റീസെന്റ് എന്ന് പറഞ്ഞൊരു ടാബ് ഇല്ലേ? റീസെന്റ് റൈറ്റ് സൈഡിൽ. ഇതിന്റെ അകത്തും ഫുള്ള് നമ്മളിപ്പം റീസെന്റ് അപ്ഡേറ്റ് ചെയ്ത ഡോക്യുമെന്റ്സും കാര്യങ്ങളും കാണാൻ പറ്റും. റൈറ്റ് സൈഡിലെ 3 ലൈൻസിൽ ടാപ്പ് ചെയ്യാവോ? ഇതിന്റെ അകത്ത് നമ്മൾ കൊളാബറേറ്റഡ് ഓൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേരിയസ് ടീംസ് ഇൻവോൾവ് ചെയ്ത് നമ്മളും ഇൻവോൾവ് ചെയ്ത് എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അത് കൊളാബറേറ്റഡ് ഓണിന്റെ അകത്ത് കാണിക്കും. പിന്നെ വർക്ക് ഡോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്ത ഡോക്യുമെന്റ്സ് എന്തെങ്കിലും അല്ലെങ്കിൽ ലിങ്ക്സോ എന്തെങ്കിലും അപ്ഡേറ്റ്സ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വർക്ക് ഡോണിൽ കാണിക്കും. പിന്നെ ഓൺഡ് ബൈ മീ, ക്രിയേറ്റഡ് ബൈ മീ, ഓൾ ദ ഡോക്യുമെന്റ്സ് ക്രിയേറ്റഡ് ബൈ മീ, ഓൺഡ് ബൈ മീ കാണിക്കും. വ്യൂ ഓൾ റീസെന്റ് ഐറ്റംസ് ഏറ്റവും താഴെ കിടക്കുന്ന അതേ ടാപ്പ് ചെയ്യാം. അതിന്റെ ഫുള്ള് വ്യൂ കാണിക്കും. ലെഫ്റ്റ് സൈഡ് ഇതാ വ്യൂ ഓൾ. ഇതാണ് ഈ റീസെന്റ് ടാബിന്റെ അകത്ത്. എനിക്ക് ക്വിക്ക്ലി ആക്സസ് ചെയ്യണം, ഇപ്പൊ എന്റെ ഡോക്യുമെന്റ്സ് കാണുന്നില്ല അല്ലെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്ത ഡ്രാഫ്റ്റ് സ്റ്റേറ്റസിലൊക്കെ ആണെങ്കിൽ അതൊക്കെ ഇവിടെ കാണാൻ പറ്റും. അപ്പൊ ഇതില് സ്റ്റേറ്റസസ് ഒക്കെ എങ്ങനെയാ മാം കാണുന്നത്? ലൈക്ക് ഇപ്പോ വേറെ ഇപ്പൊ ഞാനൊരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്തു, അപ്പൊ അതിന്റെ സ്റ്റേറ്റസ് സ്റ്റാർട്ടിംഗ് ലെവലാണോ അതോ മിഡിൽ ലെവലായോ അങ്ങനെയൊക്കെ കാണിക്കണമെങ്കിൽ എങ്ങനെയാ? അങ്ങനെയില്ല. സ്റ്റേറ്റസ് ഒരു ഡോക്യുമെന്റിന്റെ സ്റ്റേറ്റസ് എന്ന് പറഞ്ഞില്ല. നമുക്കൊരു ഡോക്യുമെന്റ്, ഒരു ലൈവ് ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ അതിൽ എല്ലാവർക്കും അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ ആ ഡോക്യുമെന്റിന്റെ അകത്ത് തന്നെ നമുക്ക് ഒരു ടാബുലർ ഫോമിൽ സ്റ്റേറ്റസ് അപ്ഡേറ്റ് ചെയ്യാം എന്നേ ഉള്ളൂ. അല്ലാതെ ഒരു പേജിന് അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റിന് സ്റ്റേറ്റസ് ഇല്ല. ഓക്കെ. പിന്നെ ഞാൻ ഉദ്ദേശിച്ചതേ, ഇപ്പൊ നമ്മളൊരു പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ പ്രോജക്റ്റിന്റെ എന്താ പറയാ, നമ്മുടെ ഒരു ക്രിയേഷൻ മോഡ് എന്ന് പറയുന്ന ഒരു 30% കംപ്ലീറ്റ് ആയി.
അപ്പൊ നമ്മുടെ ക്ലയൻസിനൊക്കെ ഇത് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത ടീം മെമ്പേഴ്സിനൊക്കെ ഇത് കാണണമെങ്കിലോ ആ ഒരു അത് സിറ്റുവേഷൻ? പ്രോജക്ട് ലെവൽ ഡോക്യുമെന്റ്, പ്രോജക്ട് പ്ലാനിംഗ് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞൊരു ഒരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാം. അത് ലൈവ് ഡോക്യുമെന്റ് ആയിരിക്കും. അത് മേ ബി അപ്ഡേറ്റഡ് ബൈ 1 or 2 എഡിറ്റ് ആക്സസ് നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് 1 or 2 പീപ്പിൾ ക്യാൻ എഡിറ്റ് ഇറ്റ് എന്ന് പറഞ്ഞൊരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്തായിരിക്കും ഒരു ബൈ എൻഡ് ഓഫ് ദ ഡേ വിൽ പബ്ലിഷ് ഇത്ര ആണ് അപ്ഡേറ്റ്. പക്ഷെ മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. നമ്മൾ പിന്നെ കൂടുതലും വേറെ ടൂൾസ് യൂസ് ചെയ്തിട്ടാണ് റിപ്പോർട്ടിംഗ് കൊടുത്തിട്ട് മെയിലാണ് കൂടുതൽ അയക്കാറ്. ഓക്കെ. കോൺഫ്ലുവൻസിന് അങ്ങനെ അപ്ഡേറ്റ് നമ്മൾ ആ ഡോക്യുമെന്റിന്റെ അകത്ത് അപ്ഡേറ്റ് എന്നേ ഉള്ളൂ. എന്ത് വേണം, മേ ബി ഒരു പൈ ചാർട്ട് അല്ലെങ്കിൽ ഒരു ടാബ്ലർ പ്രോഗ്രസ് അല്ലെങ്കിൽ ഒരു ബേൺ ഡൗൺ ചാർട്ടിന്റെ ഒരു ഇമേജ് അറ്റാച്ച് ചെയ്തിട്ട് പെർസെൻറ്റേജ് എക്സിക്യൂഷൻ, പെർസെൻറ്റേജ് ലെഫ്റ്റ് എമൗണ്ട് ഓഫ് വർക്ക് ദാറ്റ് ഈസ് പെൻഡിങ് ടു ബി എക്സിക്യൂട്ടഡ് ആസ് പാർട്ട് ഓഫ് ദാറ്റ് സ്പ്രിന്റ് എന്ന് പറഞ്ഞ് കാണിക്കാം. ഒരു ആ ഇമേജ് നമുക്ക് അപ് ടു ഡേറ്റ്, ഐ മീൻ ഡെയിലി അത് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ അല്ലാതെ റിയൽ ടൈം ഫുൾ എന്താണ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു സംഭവം ഇല്ല. ഓക്കെ. ഇപ്പൊ ഇതിൻ്റെ അകത്ത് ഇതാണ് കോൺഫ്ലുവൻസ്. പിന്നെ കൂടുതൽ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം. പിന്നെ ഇതിൻ്റെ അകത്ത് വേറെ ഉള്ളത് ആപ്സ് ഒന്ന് ടാപ്പ് ചെയ്യാം. സ്റ്റാർട്ട് നമ്മൾ ഏതെങ്കിലും പേജ് സ്റ്റാർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ അകത്ത് കാണിക്കും. സ്പേസസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ആപ്സ് ജസ്റ്റ് ടാപ്പ് ഒന്ന് ചെയ്യാം. ഏതിലാ മാം? ആപ്സിൽ ടാപ്പ് ഓപ്പൺ ആയി വരുന്നില്ല ഇതിൻ്റെ അകത്ത്. എങ്ങനെയാ വരുന്നത്? ഉള്ളല്ലേ. ഓക്കെ. കാലണ്ടേഴ്സ് ഓരോന്നെടുത്തോ. ഇത് നമ്മളിപ്പോ ഓരോരുത്തർക്ക് ഇപ്പം പറഞ്ഞില്ല മാം, ഇപ്പൊ പറഞ്ഞില്ലേ ഇപ്പം മറ്റേ മെയിൽ ചെയ്യുന്ന കാര്യം, ഇപ്പം ഈ പറയുന്ന പോലെ ഇപ്പൊ വർക്കിന്റെ സ്റ്റാറ്റസ് അറിയണമെങ്കിൽ അപ്പൊ ഞാൻ ചോദിക്കുന്ന, അപ്പൊ ഞാൻ പറഞ്ഞ ഇപ്പൊ നമ്മളിപ്പോ ഇത് എടുക്കുന്ന സമയത്ത് ഇപ്പൊ അതിന്റെ ഒരു സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഇത്ര പെർസെന്റേജ് അല്ലെങ്കിൽ ഒരു 50% കഴിഞ്ഞു, അങ്ങനെ ഒരു സാധനം ചെയ്യണം. അതല്ലേ എളുപ്പം? ഇതിപ്പോ ഓരോരുത്തർക്ക് മെയിൽ അയച്ചു കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഒരു റിയൽ ടൈം ഡോക്യുമെന്റിൽ അപ്ഡേറ്റ് ചെയ്യാന്നാണോ പറയുന്നത്? അല്ല, നമ്മള് ഇതിന്റെ സ്റ്റാറ്റസ് അറിയണമെങ്കിൽ ഇപ്പൊ മെയിൽ അയച്ചു കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഞാൻ നോക്കിയിട്ട്, അതായത് നമ്മുടെ ഇപ്പൊ ഇത്ര കംപ്ലീറ്റ് ചെയ്തു അല്ലെങ്കിൽ ഇത്ര കൂടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, അങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്യത്തില്ലെന്ന് ഞാൻ ചോദിച്ചു. അങ്ങനെ ഒരു നമുക്ക് അത് പ്രൊജക്ട് ടു പ്രൊജക്ട് ഡിപ്പെൻഡ് ചെയ്യും. അത് നമുക്ക് പ്രൊജക്ടിന് എടുക്കാൻ പറ്റിയ ഒരു സ്റ്റെപ്പാണ്. എനിക്ക് ഇതിൻ്റെ അകത്ത് ഒരു ടാബുലർ ഫോർമാറ്റിൽ എൻ്റെ ഈ ഒരു പ്രൊജക്ട് അല്ലെങ്കിൽ ഈ ഒരു റിക്വയർമെന്റ് പെർസെൻറ്റേജ് ഡൺ എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്ത് അതിന്റെ പെർസെൻറ്റേജ് കാണിക്കും. പെൻഡിങ് വർക്ക് എന്ന് പറഞ്ഞ് ബ്രാക്കറ്റിൽ കൊടുക്കാം. അതും ഒരു കൈൻഡ് ഓഫ് സ്റ്റേറ്റസ് അപ്ഡേറ്റ് ആണ്. പക്ഷെ ഞാൻ കൂടുതൽ അങ്ങനെ കണ്ടിട്ടില്ല ഇതിൻ്റെ അകത്ത് നമ്മൾ സ്റ്റേറ്റസ് അപ്ഡേറ്റ് കൊടുക്കും. അതല്ല ഒരു യൂസർ ഫ്രണ്ട്ലി, പെട്ടെന്ന് നമുക്കത് മനസ്സിലാകത്തില്ലേ, അതാ ഞാൻ ചോദിച്ചത്. മനസ്സിലാവും, പക്ഷേ ഇത് കഴിഞ്ഞാല് മൾട്ടിപ്പിൾ ആൾക്കാർക്ക് എഡിറ്റ് ആക്സസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് ബാധിക്കും. പിന്നെ ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റിൽ നമ്മൾ വലിയ ടീംസിനൊക്കെ ഷെയർ ചെയ്യുമ്പം യൂഷ്വലി കോൺഫ്ലുവൻസിന്റെ അകത്ത് നമ്മൾ റിപ്പോർട്ടിംഗ് ചെയ്യത്തില്ല. അതൊരു അങ്ങനത്തെ ഒരു ടെംപ്ലേറ്റ് ഇല്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ പ്രോജക്റ്റ് ടു പ്രോജക്റ്റ് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരു ടീമിലും ഞാൻ ഇങ്ങനെ റിപ്പോർട്ടിംഗ് ഇതിൻ്റെ അകത്ത് അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ ജസ്റ്റ് ഓവറോൾ എത്ര പെർസെൻറ്റേജ് എക്സിക്യൂട്ട് ആയി, ഏതൊക്കെയാണ് ഇൻ പ്രോഗ്രസ്, പിന്നെ ഏതൊക്കെയാണ് എന്തെങ്കിലും ബ്ലോക്കർ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആ ഇഷ്യൂസ് നമ്മുടെ ജിറയുമായിട്ട് ലിങ്ക് ചെയ്ത് അത് ആ പ്രൊജക്ട് പ്ലാനിംഗ് എന്ന് പറഞ്ഞൊരു ഡോക്യുമെന്റിൻ്റെ അകത്ത് അപ്ഡേറ്റ് ചെയ്യും എന്നേ ഉള്ളൂ. അത് നമ്മുടെ അതും ഇന്റേണൽ പ്രൊജക്ട് പർപ്പസിനായിരിക്കും. അത് നമ്മൾ ഐ മീൻ ഹയർ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് അത് ഷെയർ ചെയ്യാറില്ല. അത് കൂടുതലും നമ്മുടെ മെയിൽ വഴിയിട്ടായിരിക്കും കൂടുതൽ. അതിൻ്റെ അകത്ത് നമുക്ക് ഇപ്പം ഒരു പൈ ചാർട്ട് അല്ലെങ്കിൽ എന്താണ് ഒരു പെർസെൻറ്റേജ് എക്സിക്യൂഷന്റെ ഒരു സ്ക്രീൻഷോട്ട് വേറൊരു ടൂൾസ് യൂസ് ചെയ്തിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് അറ്റാച്ച് ചെയ്തിട്ടാണ് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത്. മേ ബി ഓരോ കമ്പനി ടു കമ്പനി ഇത് ചേഞ്ച് ആവാം. നമ്മൾ ഏത് കമ്പനിയിൽ പോകുന്നോ ആ കമ്പനിയുടെ പ്രോസസ്സും റൂൾസും അനുസരിച്ച് നമ്മൾ തന്നെ അഡ്ജസ്റ്റ് ആക്കണം.
അല്ലെങ്കിൽ നമുക്ക് ബെറ്റർ ഓപ്ഷൻ, ഐ മീൻ ഇങ്ങനെയും നമുക്ക് ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷൻ അവർക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ ദെൻ ഡെഫിനറ്റ്ലി അത് ലൈക്ക് അത് നമുക്ക് പറയാനൊരു സേ ഉണ്ടെങ്കിൽ അത് അവർക്ക് ഐ മീൻ ആക്സെപ്റ്റബിൾ ആണെങ്കിൽ they'll take up those changes. അപ്പം ഇതെല്ലാം കമ്പനി ടു കമ്പനി മാറ്റർ, ഐ മീൻ ഡിഫർ ആകും. അപ്പൊ നമുക്ക് സ്ട്രിക്റ്റ് ഒരു ഫോർമുല ബേസിൽ ഇങ്ങനെ പറയാൻ പറ്റത്തില്ല നോ വി യൂസ് കോൺഫ്ലുവൻസ് ഫോർ റിപ്പോർട്ടിങ് അങ്ങനെ. അത് കൂടുതലും കണ്ടിട്ടില്ല, വർക്ക് ചെയ്ത മോസ്റ്റ് പ്രോജക്ട്സിലും അങ്ങനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. പിന്നെ ഇതൊരു റിപ്പോർട്ടിംഗ് ടൂൾ ആയിട്ട് എങ്ങും പറഞ്ഞിട്ടുമില്ല. ഇതൊരു കൊലാബറേറ്റീവ് വർക്ക് സ്പേസ് ആണ് ഈ കോൺഫ്ലുവൻസ് പേജസ്. അപ്പം കൂടുതലും നമ്മളെ നോളജ് ബേസിസും അല്ലെങ്കിൽ റിക്വയർമെന്റ് ഡോക്യുമെന്റ്സും ഇതെല്ലാം ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്യാം, ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ തന്നെ നമുക്ക് ഒരു ഫോൾഡർ സ്ട്രക്ചർ പോലെ ഓരോന്നോരോന്ന് കാണാം. ഓരോ പേജസിന്റെ അകത്ത് സബ് പേജസ് ക്രിയേറ്റ് ചെയ്തിട്ട് ടാസ്ക്, സബ് ടാസ്ക് അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് ഐ മീൻ ഒരു ട്രാക്കിംഗ് പർപ്പസിന് യൂസ് ചെയ്യുന്നത് ഒരു പ്രൊജക്ട് മാനേജ്മെന്റ് ടൂളാണ് കോൺഫ്ലുവൻസ്. ലെഫ്റ്റ് സൈഡിലെ താഴെ തന്നെ ഉണ്ട് ഇൻവൈറ്റ് പീപ്പിൾ, ലെഫ്റ്റ് സൈഡിലെ താഴെ കണ്ടോ? താഴെ. അപ്പൊ ഇപ്പൊ ഒരു പുതിയ യൂസർ ആണെങ്കിൽ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാനുള്ള ആക്സസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇൻവൈറ്റ് കൊടുത്തിട്ട് ആ പുള്ളിയെ ഐ മീൻ കൊടുക്കാം. പിന്നെ അവർക്ക് അങ്ങനെ ജോയിൻ ചെയ്യാൻ പറ്റും. ദാണ്ട് ഈ ടൂൾസ് ആയിട്ടെല്ലാം ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. സ്ലാക്ക്, ഗൂഗിൾ, പിന്നെ ജിറയും. ടീംസ് പോലത്തെ തന്നെ ഈ സ്ലാക്ക് ടീംസ് പോലെ തന്നെ കമ്മ്യൂണിക്കേറ്റിംഗ് ചാനലാണ്. പിന്നെ ജിറയുമായിട്ട് നമുക്ക് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഇതാണോ ഇമ്പോർട്ട് ഫ്രം അതർ ടൂൾസ്? ജസ്റ്റ് ഒന്ന് നോക്കിക്കേ ഇമ്പോർട്ട് ഫ്രം അതർ ടൂൾസ് എന്താണെന്ന്. അത് ഇതിൻ്റെ അകത്തല്ല, അത് ആപ്ലിക്കേഷൻസിന്റെ അകത്താണ് വരുന്നത്. എക്സ്പ്ലോർ മോർ ആപ്സ് കൊടുത്തേ താഴെ അനലിറ്റിക്സ്, ലെഫ്റ്റ് സൈഡിൽ അനലിറ്റിക്സ്. ഇതിനും നമ്മൾ മറ്റേ നേരത്തെ ചോദിച്ചില്ലായിരുന്നു ഗ്രാഫ് വൈസ് നമുക്ക് അപ്ഡേറ്റ് അറിയാൻ പറ്റുമെന്ന്. ഇത് കൂടുതലും അതിനു വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഇത് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് അനലിറ്റിക്സ് നമുക്ക് തന്നെ ഒരു അനലിറ്റിക്സ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. താഴോട്ടൊന്ന് പോയെ. Okay, most active readers, popular spaces, most popular searches. Popular spaces view all കൊടുത്ത് ഇതിന് ടെംപ്ലേറ്റ്സ് ഉണ്ടോന്ന് അറിയാം. ബാക്ക് തന്നെ പൊക്കോ. ഇതിലെന്തേലും ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാമോ? മേളിലത്തെ ക്രിയേറ്റ്സ് സെർച്ചസ് അപ്ഡേറ്റ്സ്, ഇതാണ് എൻഗേജ്മെന്റ് ഓവർവ്യൂ 7 day 1 month. ഏറ്റവും മേളിൽ പോയി ഇതെനിക്ക് തോന്നുന്നു പേജസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതും അപ്ഡേറ്റ് ചെയ്യുന്നതും അതിന്റെ ഒരു ഓവർവ്യൂ ആണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു നമുക്ക് തന്നെ ഒരു ഫിൽട്ടേഴ്സ് റൈറ്റ് സൈഡ് ഫിൽട്ടേഴ്സ് കൊടുത്ത് ഇത്രയും സംഭവങ്ങളുടെ ഒരു ഓവർവ്യൂ ആണ് ഇവിടെ കാണിക്കുന്നത്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത പേജസും ബ്ലോഗ്സും എത്ര പെർസെന്റേജ് ക്രിയേറ്റഡ് ആയി, എത്ര അപ്ഡേറ്റ് ചെയ്തു എന്നുള്ളൊരു കൂടുതൽ നമുക്ക് വേണ്ട. അതാ ഞാൻ കൂടുതലും ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കണ്ടിട്ടില്ല. ഐ മീൻ ഇത്ര പെർസെന്റേജ് കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞ് നമ്മൾ അപ്ഡേറ്റ് കൊടുക്കുന്നത് കണ്ടിട്ടില്ല കോൺഫ്ലുവൻസിൻ്റെ അകത്ത് കൂടുതലും. റിയൽ ടൈം ശരിക്കും പ്രോജക്ട് റിക്വയർമെന്റ് ഡോക്യുമെന്റ്സ് അത് ഇതിൻ്റെ അകത്ത് ഷെയർ ചെയ്യും. പിന്നെ അതിൽ നമ്മൾ എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യുവാണെങ്കിൽ അത് റൈറ്റ് സൈഡ് നമ്മളൊരു നോട്ട്സ് സെക്ഷനിലായിട്ട് അത് കൊടുക്കും. അങ്ങനത്തെ ഒരു കാര്യങ്ങൾ കൂടുതലും കോൺഫ്ലുവൻസിൻ്റെ അകത്ത് നമ്മൾ ട്രാക്ക് ചെയ്യുന്നത്.
പ്രോജക്റ്റ് ഡേറ്റാബേസ് അങ്ങനെ. ഡേറ്റാബേസ് കറക്റ്റ് ഡേറ്റാബേസ് അല്ല, ഐ മീൻ അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന എല്ലാ ഡോക്യുമെന്റ്സ് അങ്ങനെ ഒരു ട്രാക്കിംഗ് ഒരു പ്ലേസ് എന്ന് പറഞ്ഞ പോലാണ് കോൺഫ്ലുവൻസ് പേജസ്. പിന്നെ റൈറ്റ് സൈഡ് സി പ്ലാൻസ് എന്ന് ടാപ്പ് ചെയ്യാവോ? പേയ്മെന്റ് പ്ലാൻസ് അതോ ഇതാണോ? ഇത് ചാറ്റിംഗ് ഓപ്ഷൻ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? ഇല്ല ഇതിന്റെ ചാറ്റിംഗ് ഓപ്ഷൻ ഇല്ല. ഇതാണ് നമ്മള് ഇപ്പം കൂടുതലും നമ്മുടെ എന്റർപ്രൈസ് ലെവൽ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഗ്രോയിങ് ലെവൽ ആപ്ലിക്കേഷൻസ് കമ്പനീസ് ഒക്കെ അവർക്ക് പേ ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ അവർക്ക് കൂടുതൽ നമ്മളൊക്കെ ഫ്രീ യൂസേഴ്സ് ആണ്. അപ്പം നമുക്ക് അവര് ഇന്ന ഡീറ്റെയിൽസ് എന്തുണ്ട് റൈറ്റ് സൈഡിൽ അവർക്ക് കൊടുത്തിട്ടുണ്ട് അനലിറ്റിക്സ് ഉണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് നമ്മൾ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്നതനുസരിച്ച് ഡീറ്റെയിൽസ് വരേണ്ടതാണ്. പിന്നെ ടീം കാലണ്ടർ കാണാൻ പറ്റും. ഐ മീൻ ഒരു ടീം ഓഫ് 20 to 30 പീപ്പിൾ ആണെങ്കിലും എല്ലാവരുടെയും ഇപ്പം ഓൺ എ ഡെയിലി ബേസിസ് നമ്മുടെ കാലണ്ടർ എന്തുമാത്രം മീറ്റിംഗ്സും കാര്യങ്ങൾസും ബ്ലോക്ക്ഡ് ആണ് ഒരാള് എന്ന് പറഞ്ഞൊരു ഡീറ്റെയിൽഡ് വ്യൂ ഒരു ടീം കാലണ്ടറിൻ്റെ അകത്ത് കാണാൻ പറ്റും. പിന്നെ റിലേഷൻ ഇന്റലിജൻസ് എനിക്ക് തോന്നുന്നു ഇത് AI ആയിട്ട് ഇന്റഗ്രേറ്റഡ് ആയിട്ട്. പിന്നെ അൺലിമിറ്റഡ് സ്റ്റോറേജ് അങ്ങനെ പ്രീമിയം യൂസേഴ്സിന്റെ ബെനിഫിറ്റ്സ് ആണ് ആ പ്ലാൻസിന്റെ അകത്ത് കാണിക്കുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് കൂടുതൽ നമുക്ക് ഡോക്യുമെന്റ്സ് ക്രിയേറ്റ് ചെയ്യുക, അത് പബ്ലിഷ് അല്ല പേജസ് ക്രിയേറ്റ് ചെയ്യുക, പബ്ലിഷ് ചെയ്യുക. ലെഫ്റ്റ് സൈഡ് താഴെ പ്രൊജക്ട് മാനേജ്മെന്റ്, അത് നമ്മുടെ സ്പേസസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ലെഫ്റ്റ് സൈഡ് പ്രൊജക്ട് മാനേജ്മെന്റ് താഴെ കാണാൻ പറ്റും. പിന്നെ അങ്ങനത്തെ ഡീറ്റെയിൽസ് ആണ് കൂടുതലും. എക്സ്പ്ലോർ ആപ്സ് ഇത് തന്നെ, ഇത് ഇച്ചിരി താഴോട്ട് ചെയ്യാം. ഇതിൽ ജിറ സെർച്ച് ചെയ്യാമോ? Snapshots of Jira, data into Confluence, custom charts for Confluence Jira. അല്ലാതെ ജിറ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് കാണിക്കാൻ ഈസി ഇന്റഗ്രേഷൻസ് ഇച്ചിരി മേലോട്ട് പോകാം. ഈസി ഇന്റഗ്രേഷൻസ് ഫോർ ജിറ ആപ്പ് ഫയൽ for Jira, provide Confluence access for integration. ഇത് തന്നെ റൈറ്റ് സൈഡ് ഈസി ഇന്റഗ്രേഷൻ. അതന്നെ, യെസ്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് കോൺഫിഗറേഷൻസ് കാണും. ജിറയുമായിട്ട് നമ്മൾ റിയൽ ടൈം ഒരു കോൺഫിഗറേഷൻസ് എല്ലാം സെറ്റപ്പ് ചെയ്ത് കാര്യങ്ങൾ ചെയ്തിട്ടില്ല. അതിന്റെ കാര്യങ്ങൾ അറിയില്ല കൂടുതലും. ജസ്റ്റ് ഇത്രയും നമുക്ക് അറിഞ്ഞിരിക്കാം. ലൈക്ക് ദിസ് കോൺഫ്ലുവൻസ് പേജസ് ക്യാൻ ബി ഇന്റഗ്രേറ്റഡ് വിത്ത് മൾട്ടിപ്പിൾ ഗൂഗിൾ ഓർ മൈക്രോസോഫ്റ്റ് ആപ്ലിക്കേഷൻസ്. പിന്നെ അറ്റ്ലേഷൻ ജിറ, പിന്നെ സ്ലാക്ക്, അങ്ങനത്തെ കാര്യങ്ങൾ ജസ്റ്റ് ബേസിക്സ് അറിഞ്ഞിരിക്കാം. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇതിന്റെ ഓവർവ്യൂ ഇത്രയേ ഉള്ളൂ. നമുക്ക് ബാക്കി സിലബസിലോട്ട് കണ്ടിന്യൂ ചെയ്യാം. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. എന്റെ ഡോക്യുമെന്റ് ക്ലോസ് ആയി വരുന്നു. ഇത് ജസ്റ്റ് സിലബസിലില്ലായിരുന്നു. ഞാൻ ഓർത്തു ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ നമുക്ക് നല്ലതാ. കോൺഫിഡൻസ് അജൈൽ ടീം എന്തായാലും ഫോളോ ചെയ്യുന്ന ഒരു ടൂളാണ്. അപ്പം നമുക്ക് അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. ഷെയർ ചെയ്തതാ. പിന്നെ വാട്ടർഫോളിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നോ? ഇല്ല. മാമിന്റെ സ്ക്രീൻ കാണിക്കുന്നില്ല. ഞാൻ ഷെയർ ചെയ്യും.
മാം വാട്ടർഫോളിനെ കുറിച്ച് പറഞ്ഞിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാല് വാട്ടർഫോള് മെത്തഡോളജി ഇപ്പൊ യൂസ് അങ്ങനെ ചെയ്യാറില്ല. പണ്ട് യൂസ് ചെയ്തിരുന്നു, ഇപ്പൊ യൂസ് ചെയ്യാറില്ല. അത് അത്രയും ഇമ്പോർട്ടന്റ് അല്ലെന്നാ മാം പറഞ്ഞത്. അതെ. അല്ലാതെ നമ്മള് സൂര്യയുടെ ആബ്സെൻസിൽ ജോബി അറ്റൻഡ് ഐ മീൻ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടില്ല അല്ലേ? ഇല്ലില്ല. ആ ഇതൊക്കെ മാം പിന്നെ ഉണ്ടല്ലോ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അതായത് ഞാനിപ്പോ ഖത്തറിലാണല്ലോ, അപ്പൊ ഞാനിവിടെ കുറെ എന്താ പറയാ ജോബ് മറ്റേ അവരുടെ ജോബ് പ്രൊഫൈലില് അവര് വാട്ടർഫോളിൽ നിന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. വാട്ടർഫോൾ ഞാൻ പറഞ്ഞുതരാം. ആ ഈ പോർഷൻസ് ഒക്കെ നമ്മൾ കഴിഞ്ഞതാ, യൂസർ സ്റ്റോറിയുടെ കഴിഞ്ഞതാ. വാട്ടർഫോൾ മോഡൽ. വാട്ടർഫോൾ മോഡൽ പണ്ടത്തെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഒരു രീതിയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് പ്രോഡക്റ്റ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നല്ലോ. പ്രോഡക്റ്റ് ഒരു സോഫ്റ്റ്വെയർ പ്രോസസ്സിൽ ആദ്യം ഇനീഷ്യലി ഒരു റിക്വയർമെന്റ് ഗ്യാതറിംഗ് ഫേസ് ഉണ്ട്. അതിൻ്റെ അകത്ത് അത് കഴിഞ്ഞിട്ട് പ്രോഡക്റ്റ് പ്ലാനിങ് ഫേസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഡെവലപ്മെന്റ്. പ്ലാനിങ് കഴിഞ്ഞിട്ട് ഡെവലപ്മെന്റ്, പിന്നെ എക്സിക്യൂഷൻ ടെസ്റ്റിംഗ് വരും, പിന്നെ അങ്ങനെ ഡിപ്ലോയ്മെന്റ്, മെയിൻ്റെനൻസ്, അങ്ങനെ ഓരോ ഫേസസ് എന്ന് വെച്ചാൽ കുറച്ച് ഇത് എജൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുമിച്ച് നടക്കുന്ന കാര്യങ്ങളാണ്. ഡിസൈൻ ഫേസ് നടക്കുമ്പം ടെസ്റ്റിംഗ് ടീം ഇൻവോൾവ് ആയിട്ട് അവരുടെ ഐഡിയാസും കാര്യങ്ങളും ഷെയർ ചെയ്ത് അവരപ്പം തൊട്ട് തന്നെ ഒരുമിച്ചൊരു ടീമായിട്ട് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ വാട്ടർഫോളിൽ അങ്ങനെയല്ല. വാട്ടർഫോളിൽ റിക്വയർമെന്റ് ഗ്യാതറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ client and developers, they'll connect, they'll decide the requirements, they'll put it in some document. ഒരു ഡോക്യുമെന്റിന്റെ അകത്ത് പ്രിപ്പയർ ആയി ഒരു ഡിസൈൻ ഐ മീൻ ഇട്ട് കഴിയുമ്പോഴാണ് അടുത്ത ഫേസ് ഡിസൈനിങ് വരുന്നത്. അപ്പൊ ഡിസൈൻ ഫേസിന്റെ അകത്തും ടെസ്റ്റിംഗ് ടീം ഇൻവോൾവ് ആവത്തില്ല. ഇതും കൂടുതൽ നമ്മുടെ ക്ലയൻസും ഡെവലപ്പേഴ്സും അവരുടെ ഡിസൈൻ ഡോക്യുമെന്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് അവര് ടെസ്റ്റിംഗ് ടീമിന്റെ കയ്യിലോട്ട് ഷെയർ ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് ഇംപ്ലിമെന്റേഷൻ. ഇംപ്ലിമെന്റേഷൻ്റെ അകത്ത് രണ്ട് പാർട്ടുണ്ട്. ഡെവലപ്മെന്റ് നടക്കും, പ്ലസ് ടെസ്റ്റിംഗ് നടക്കും. അപ്പം ഡെവലപ്മെന്റ് ഫേസ്, ഡെവലപ്മെന്റ് ടീം ആ ഒരു കോഡ്, ഒരു പീസ് ഓഫ് റിക്വയർമെന്റിൽ വർക്ക് ചെയ്ത് അതിന്റെ ചേഞ്ചസ് അവർ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു റെഡി ഒരു APK അല്ലെങ്കിൽ IPA ഫയൽ. APK എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷന്റെ ഒരു ഡെലിവറബിൾ ഫോർമാറ്റ് ആണ്. അവര് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ആൻഡ്രോയിഡ് ഫോണാണ്. അപ്പൊ അതിനകത്ത് എനിക്ക് വാട്സപ്പ് വേണമെങ്കിൽ എനിക്ക് .apk ഫോർമാറ്റിലാണ് വരുന്നത്, ആൻഡ്രോയിഡ് പാക്കേജ് കിറ്റ്. അപ്പം ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് കോഡ് ഡെവലപ്പ് ചെയ്ത് ഒരു എൻഡ് യൂസറിന്റെ ഫോൺ ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ APK ഫോർമാറ്റിൽ ആ കോഡ് കൊടുത്തു കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ IPA ആണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ iOS യൂസേഴ്സിന് ഒരു ബിൽഡ് കിട്ടുന്നത് IPA ഫോർമാറ്റിലായിരിക്കും. അപ്പം ഈ ബിൽഡ് അവർ ഫുള്ള് റെഡി ആയി കഴിഞ്ഞിട്ട് ടെസ്റ്റിംഗ് ടീമിന് കൊടുക്കും. അത് കഴിയുമ്പോൾ ഇവരുടെ പണി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവർ ഫ്രീ ആണ്, ഐ മീൻ ഡെവലപ്മെന്റ് ടീം. അപ്പം അവർക്ക് ഇനി എന്തെങ്കിലും ബഗ് ഫിക്സസ് വരുന്നത് മാത്രം നോക്കിയാൽ മതി. പിന്നെ അവരിങ്ങനെ കൂടുതലും ടൈം ഐഡൽ ആയിരിക്കും ഡെവലപ്മെന്റ് ടീം. അവർക്ക് കൂടുതൽ വർക്ക് ചെയ്യാൻ അടുത്ത ഒരു സ്പ്രിന്റ് എന്ന് വെച്ചാൽ അങ്ങനെയല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫേസിൽ അവർ ഒരു ടാസ്ക്, ഒരു റിക്വയർമെന്റ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഐ മീൻ നമ്മുടെ ടെസ്റ്റിംഗ് ടീം ചെയ്തിട്ട് കൊടുത്തു കഴിയുമ്പം അവർക്ക് അടുത്ത റിക്വയർമെന്റ് സ്പ്രിന്റിലെ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ സ്പ്രിന്റിലെ തന്നെ അവർ അടുത്ത റിക്വയർമെന്റ് എടുത്ത് അതിൽ വർക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. പക്ഷെ നമ്മുടെ വാട്ടർഫോൾ മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ABCDEF എത്ര റിക്വയർമെന്റ്സ് ഉണ്ടോ ആ ഫുള്ള് റിക്വയർമെന്റ്സിൽ ആ ഡെവലപ്മെന്റ് ടീം വർക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് ആ ഒരു ടെസ്റ്റിംഗ് ടീമിന് ആ ഒരു ഡെലിവറബിൾ കൊടുക്കുന്നത്. IPA or APK ഫോർമാറ്റ് ഓർ വാട്ട് എവർ ഇത് വെബിൽ ഡിപ്ലോയ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആണെങ്കിൽ വെബിൽ ആ ചേഞ്ചസ് പുഷ് ചെയ്ത് കഴിഞ്ഞിട്ട് I mean testing team informing. Then these testing team will start to work. ആ സമയത്ത് development team will be kind of more ideal. They'll be sitting idle. അപ്പൊ അവർക്ക് ഇനിയും വരുന്ന ബഗ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാത്രം നോക്കിയാൽ മതി. അപ്പം കൂടുതലും ടീം ഇൻവോൾവ്മെന്റ്, പ്രൊജക്ട് ഇൻവോൾവ്മെന്റ്, ഡെലിവറി,
ഈ കാര്യങ്ങളെല്ലാം കുറവായിരുന്നു വാട്ടർഫാൾ മോഡലിൽ. ഒരു ഫേസ് കഴിഞ്ഞിട്ട് അടുത്ത ഫേസിലോട്ട് പോകുന്ന ഒരു സ്ട്രാറ്റജി ആയിരുന്നു വാട്ടർഫാൾ മോഡലിൽ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പ്രൊഡക്ടിവിറ്റി കുറയും, കുറെ ടീം മെമ്പേഴ്സ് ഐഡിലായിട്ടിരിക്കും. അതുപോലെ തന്നെ ടെസ്റ്റിംഗ് ടീം ഈ എക്സിക്യൂഷനും ഈ ടെസ്റ്റ് കേസ് പ്രിപ്പറേഷനും എല്ലാം ഇത് റിക്വയർമെന്റ്സ് കിട്ടിക്കഴിഞ്ഞിട്ടാണ് അവര് എക്സിക്യൂഷൻ ചെയ്യാൻ തുടങ്ങുന്നത്. അവർ ടെസ്റ്റ് കേസ് പ്രിപ്പയർ ചെയ്യും മെയിൻ വൈ, പക്ഷെ കൂടുതൽ അവര് ഐഡിയലായിട്ട് പയ്യെ സ്ലോ ഫോർമാറ്റിലായിരിക്കും അവർ വർക്ക് ചെയ്യുന്നത്. ഡെവലപ്മെന്റ് ടീമിന്റെ കയ്യിൽ സാധനങ്ങൾ കിട്ടിയെന്ന് റെഡി ആയി കഴിയുമ്പോഴത്തേക്ക് അവരുടെ ഡോക്യുമെന്റ്സ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് റെഡി ആയിട്ടിരിക്കും. പിന്നെ എക്സിക്യൂഷനിൽ അവർ മാത്രമേ എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. ആ ഒരു ഫുൾ ഇത്രയും സെറ്റ് ഓഫ് ടെസ്റ്റ് കേസസ് ആ ടെസ്റ്റിംഗ് ഫേസ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. പിന്നെ ഡിസൈൻ ഫേസ് ആൾക്കാർ വെറുതെ ഇരിക്കുകയാണ്, ഡെവലപ്പേഴ്സ് വെറുതെ ഇരിക്കുകയാണ്. പിന്നെ അടുത്ത ഫേസ് ഈ ടെസ്റ്റിംഗ് ഇത്ര സെറ്റ് ഓഫ് സാധനങ്ങൾ ഒരുമിച്ച് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇടയ്ക്കൊരു ഡെമോ ആയിട്ട് നമ്മൾ കസ്റ്റമേഴ്സിനെ കാണിക്കുന്നില്ല. ഇതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞ് നമ്മളൊരു ഡെമോ കൊടുക്കുന്നില്ല കസ്റ്റമേഴ്സിന്. അപ്പൊ കസ്റ്റമർ ഈ ഫൈനലി ഈ എൻഡ് പ്രൊഡക്റ്റ് കാണുന്നത് ഈ ഒരു ഡിപ്ലോയ്മെന്റ് ഫേസിലാണ് എൻഡ് പ്രൊഡക്റ്റ് കാണുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ കൊടുത്ത റിക്വയർമെന്റ് വേഴ്സസ് ഇത് എന്താണ് മിസ് മാച്ച് എന്ന് പറഞ്ഞൊരു സാധനം അവര് ഈ ഡിപ്ലോയ്മെന്റ് ഫേസിലാണ് അവർ കാണുന്നത്. ഡിപ്ലോയ്മെന്റ് ഫേസിന്റെ മുന്നിൽ നമ്മളൊരു ഒരു പ്രൊജക്ട്, ഒരു ടീം കണക്ട് കാണും. ഇന്ന ഡീറ്റെയിൽസ് ഇതൊക്കെയാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ആ സമയത്ത് ഒരു ചേഞ്ച് ഇപ്പം കസ്റ്റമർ പറയാണ്, അല്ല ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ഈ ഒരു ചേഞ്ച് ചെയ്താൽ നല്ലതായിരുന്നു എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഫുള്ള് തിരിച്ചു പോകണം. തിരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസൈൻ ഫേസിൽ വലിയ ചേഞ്ച് ആണെങ്കിൽ ഡിസൈൻ ഫേസിൽ പോകും. ഡിസൈൻ ഫേസിൽ പോയിട്ട് അതിലെ മാറ്റങ്ങൾ ചെയ്തിട്ട് വേണം പിന്നെ ഡെവലപ്മെന്റ് ടീം അതിനെ എടുക്കാൻ. അങ്ങനെ ആകുമ്പോൾ കുറെ ഡിലേ ആണ്. ഐ മീൻ ഒരു 3 മാസം കൊണ്ട് നമുക്ക് എജൈൽ ചെയ്ത് തീർക്കാൻ പറ്റിയ പ്രോജക്റ്റ് ഒരു 6 months എടുക്കും നമ്മൾ വാട്ടർഫോൾ ചെയ്ത് വരുമ്പോൾ. അങ്ങനത്തെ ഒരു വലിയ ഡിഫറൻസ് ആണ് വാട്ടർഫോൾ ഡെവലപ്മെന്റ് മെത്തഡോളജിയിൽ. അപ്പൊ ഇത് രണ്ടും സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് മെത്തഡോളജീസ് ആണ്, എജൈലും വാട്ടർഫോളും. അപ്പം ഒരു കൂടുതൽ കസ്റ്റമർ ഫ്രണ്ട്ലി, കസ്റ്റമർ വിസിബിലിറ്റി, ഒരു ചേഞ്ചസ് ആക്സെപ്റ്റൻസ്, അതൊന്നും പറ്റത്തില്ല വാട്ടർഫോളിൽ. വാട്ടർഫോളിൽ നിങ്ങൾ ഐ മീൻ ആ ഡോക്യുമെന്റിനനുസരിച്ച് നമ്മൾ ചെയ്യുകയാണ്. അപ്പൊ കൂടുതൽ കസ്റ്റമർ ഇന്ററാക്ഷൻ, ഐ മീൻ ക്ലയന്റ് ഇന്ററാക്ഷൻ ഡെയിലി ബേസിസ് അതൊന്നും ഇല്ല. അപ്പൊ അതില്ലാതെ വരുമ്പോഴാണ് നമുക്ക് വിസിബിലിറ്റി കുറയുന്നതും കൂടുതൽ റിഡണ്ടന്റ് ടാസ്ക്, നമുക്ക് വേണ്ടാത്ത ടാസ്ക് കൂടുതൽ വരുന്നതും, പിന്നെ അതിന്റെ ടീമിന്റെ പ്രൊഡക്ടിവിറ്റി കുറയാണ്. അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് വാട്ടർഫോളിൽ. അതാണ് ഡിസഡ്വാൻറ്റേജസ് വാട്ടർഫോളിൽ. അത് മാറ്റിയിട്ടാണ് പിന്നെ നമ്മുടെ എജൈൽ വന്നത്. എജൈൽ 2001-2001 എജൈൽ സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കൂടുതലും ടീംസ് ഈ എജൈൽ മെത്തഡോളജി അക്സെപ്റ്റ് ചെയ്ത് ഇപ്പം 95%, 98% ടീംസും ഇത് ഇപ്പം മറ്റേ വാട്ടർഫാൾ മോഡൽ ഇത് നിങ്ങളിത് വായിച്ചു പൊക്കോളൂല്ലോ. ഇതില് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഇല്ല. ഐ മീൻ കൂടുതൽ നമുക്ക് മനസ്സിലാവാത്ത ഒന്നുമില്ല. ഈച്ച് ഫേസ് ഹാസ് ഡിഫൈൻഡ് ഡെലിവറബിൾസ്. ഓരോ ഫേസിന്റെ ഡെലിവറബിൾസ് കഴിഞ്ഞിട്ടേ അടുത്ത ഫേസിലോട്ട് പോകുന്നുള്ളൂ. പിന്നെ റിവ്യൂ പ്രോസസ് ലാസ്റ്റിലായിരിക്കും. അപ്പൊ അത് കാരണം ഒരു വിസിബിലിറ്റി, അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ എന്ന ലാസ്റ്റിലായിരിക്കും ഒരു ക്ലയന്റിന് ഒരു വ്യൂ കിട്ടുന്നത്. അപ്പം അങ്ങനെ ഒരു കുറെ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്തു, ഇഫേർട്ട് വേസ്റ്റ് ചെയ്തു, നമ്മുടെ ടീമിന്റെ പ്രൊഡക്ടിവിറ്റി വേസ്റ്റ് ആയി, ഇങ്ങനെ കുറെ കാര്യങ്ങൾ വരുന്നത്. അതാണ് അതിന്റെ ഡ്രോബാക്ക്. പിന്നെ ഫ്ലെക്സിബിലിറ്റി, പല കാര്യങ്ങളും നമുക്ക് ടീമിന്റെ പല ടീംസും ഇൻവോൾവ് ചെയ്ത് ഒരുമിച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പ്രൊഡക്ടിവിറ്റി അല്ല നമുക്ക് വാട്ടർഫോളിൽ കുറെ ഡിലേഡ് പ്രോസസ്സാണ്. പിന്നെ കൂടുതൽ നമ്മൾ എപ്പോഴാണ് എജൈൽ സ്വിച്ച് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ക്ലയന്റ് ദ കീപ് ഓൺ ചേഞ്ചിങ് ദ റിക്വയർമെന്റ്സ്, അപ്പം നമുക്ക് എജൈൽ സ്വിച്ച് ചെയ്യാം. പിന്നെ ഒരു സെയിം റിക്വയർമെന്റ് തന്നെയാണ് കസ്റ്റമർ ഫോളോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഇപ്പം ലാസ്റ്റ് 10 ഇയേഴ്സിൽ എൻ്റെ റിക്വയർമെന്റ് വൺസ് ഓർ ട്വൈസ് മാത്രമേ എനിക്ക് ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാം റിക്വയർമെന്റ്സ് എനിക്ക് ലേറ്റസ്റ്റ് ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരുമ്പം എനിക്ക് മാത്രം ചെക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ അങ്ങനെ വലിയ ചേഞ്ച് വരുന്നില്ലെങ്കിൽ അവർ കൂടുതലും ഈ വാട്ടർഫോൾ മെത്തഡോളജി ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പിന്നെ മോർ ഫ്രീക്വന്റ്ലി ഇപ്പം കസ്റ്റമർ സെൻട്രിക് കസ്റ്റമർ ബിറ്റ് ബൈ ബിറ്റ് നമ്മൾ ഈ കോഡ് ചേഞ്ച് ചെയ്യുന്നു, അതിനെ കാണുന്നു, അതിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അതാണ് കൂടുതലും ഈ അജൈൽ. അജൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐറ്ററേറ്റീവ് ആൻഡ് ഇൻക്രിമെന്റൽ മോഡൽ എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു റോഡ് മാപ്പ് ഉണ്ട്, അതില് എനിക്ക് ഇത്രയും വലിയൊരു ആപ്ലിക്കേഷൻ ആണ്, ഫുൾ ഒരു ആപ്ലിക്കേഷൻ ചെയ്ത് കൊടുക്കണം. അതിൽ ഇത്ര ഒരു പീസ് അതിനെ സ്ലൈസ് ചെയ്ത് ഞാൻ ചെറിയ ചങ്ക്സ് ആക്കിയിട്ട് ഇത്ര സ്ലൈസ് ഓഫ് വർക്ക് ഐ ഡു ഇൻ ദ സ്പ്രിന്റ് എന്ന് പറഞ്ഞ് നമ്മൾ അത് ചെയ്ത് അത് നമ്മുടെ ആപ്ലിക്കേഷനിൽ ഇംപ്ലിമെന്റ് ചെയ്ത് അത് കസ്റ്റമർ നോക്കും. ഓക്കെ, ഹൗ മച്ച് ദിസ് ഇസ് സ്യൂട്ടബിൾ ഫോർ മൈ ആപ്പ് എന്ന് പറഞ്ഞ് നോക്കി കംഫർട്ടബിൾ ആണെങ്കിൽ ദേ വിൽ ഗോ ഹെഡ് വിത്ത് ദാറ്റ് ഡിപ്ലോയ്മെന്റ്. അത്ര ഫേസ് ഡിപ്ലോയ്മെന്റ് പോവും. പിന്നെ ശരിക്കും ഡയറക്റ്റ് ഡിപ്ലോയ്മെന്റ് പോകത്തില്ല. യൂഷ്വലി ഒരു ഡിപ്ലോയ്മെന്റ് 2 months കഴിയുമ്പോഴാണ് ഒരു വലിയ ഡിപ്ലോയ്മെന്റ് പോകുന്നത്. ആ ഡിപ്ലോയ്മെന്റിന്റെ അകത്ത് ഈ സ്മോൾ ചങ്ക്സ് ഓഫ് ഡെലിവറബിൾസ് ഇന്റിഗ്രേറ്റ് ചെയ്തിട്ട് ഒരു ലാർജർ ഡെലിവറി പോകും 2 to 3 months. ഇങ്ങനെയാണ് എജൈൽ പോകുന്നത്. അപ്പൊ എജൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെയിം സംഭവം നമുക്ക് പെട്ടെന്ന് ഒരു ചെറിയ സ്പ്രിന്റ് ആക്കി 2 weeksനുള്ളിൽ എനിക്ക് ഇത്ര സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞ് അവര് നമ്മള് ക്ലയന്റ് നമ്മളോട് പറഞ്ഞ് നമ്മളത് ആക്സെപ്റ്റ് ചെയ്ത് ഇത്ര നമുക്ക് ചെയ്യാൻ പറ്റും, ഇത്ര ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞൊരു സ്റ്റെപ്പ് എടുത്ത് നമ്മൾ പെട്ടെന്ന് ഫാസ്റ്റർ ഡെലിവറി, ഫാസ്റ്റർ മൂവ്മെന്റ് ഓഫ് ദി ആപ്ലിക്കേഷൻ ടു ദ മാർക്കറ്റ് എന്നാണ് ഈ അജൈലിന്റെ ഉദ്ദേശം. പിന്നെ അപ്പം എജൈൽ ഇനി ഞാൻ കൂടുതൽ പറയണ്ടല്ലോ. എജൈലിനെ പറ്റി എന്തേലും ഞാൻ കൂടുതൽ ഇനിയും പറയേണ്ട ആവശ്യമുണ്ടോ? കാരണം നമ്മൾ കുറെ അജൈൽ ഡിസ്കസ് ചെയ്തു. ഇനി അജൈലിന് ടൈം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ജസ്റ്റ് ഞാൻ ഡോക്യുമെന്റ് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഗോ ത്രൂ ചെയ്താണ്. പിന്നെ അജൈൽ മാനിഫെസ്റ്റോ വാല്യൂസ് ആൻഡ് പ്രിൻസിപ്പിൾസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഇതും ജസ്റ്റ് വായിച്ചു പോകുന്നതിന്റെ കാര്യങ്ങളേ ഉള്ളൂ. ഇത് അധികം ഞാൻ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് ഡോക്യുമെന്റ് ഷെയർ ചെയ്യുമ്പോൾ അജൈൽ പ്രിൻസിപ്പിൾസും വാല്യൂസും ഇത് നമ്മളിപ്പം ഡിസ്കസ് ചെയ്ത പോലെ ഇൻഡിവിജ്വൽസ് ആൻഡ് ഇന്ററാക്ഷൻ ഓവർ പ്രോസസ് ആൻഡ് ടൂൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ വർക്കും ഇൻഡിവിജ്വൽ കമ്മ്യൂണിക്കേഷൻ വിത്ത് ക്ലയൻസ് അതിനാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് എജൈലിൻ്റെ അകത്ത്. പിന്നെ വർക്കിംഗ് സോഫ്റ്റ്വെയർസ് ആയിരിക്കും കാണുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പീസ് ഓഫ് കോഡ് ഞാൻ വർക്ക് ചെയ്തു, അത് നമ്മുടെ ആപ്ലിക്കേഷൻ ഇംപ്ലിമെന്റ് ചെയ്തിട്ടായിരിക്കും ആ വർക്ക് ഞാൻ കാണുന്നത്. റാദർ ദാൻ ഇന്റഗ്രേറ്റിംഗ് 10 pieces of code into the application and then having the like full holistic view of that application. അത് ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ അതാണ് ശരിക്കും small pieces of work is integrated and then the customer has a good holistic view. അതാണ് ഉദ്ദേശം. പിന്നെ കൂടുതൽ കസ്റ്റമർ ഇന്ററാക്ഷൻസ് കാണുന്ന ഡെയിലി ബേസിസ്. നമുക്ക് സ്റ്റാൻഡപ്പ് കോൾസ് ഉണ്ട്. സ്റ്റാൻഡപ്പ് കോൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ മീറ്റിംഗ് കസ്റ്റമറുമായിട്ട്, പിന്നെ ഡിഫറെന്റ് ടീംസ് കൊലാബറേറ്റ് ചെയ്യുന്ന ഒരു സ്പേസ് ആണ് ഈ സ്റ്റാൻഡപ്പ് കോൾസ്. അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. റെസ്പോണ്ടിങ് ടു ചേഞ്ച് ഓവർ ഫോളോയിങ് എ പ്ലാൻ. ഒരു പ്ലാൻ ഫോളോ ചെയ്യുന്നതിന് പകരം നമുക്ക് ഇപ്പം കസ്റ്റമർ ഇത്ര ഒരു ചെറിയ പീസ് പോർഷൻ എ ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് അതിലെന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ആ ഫീഡ്ബാക്ക് നമ്മൾ എടുത്തിട്ട് അത് ആക്സെപ്റ്റ് ചെയ്തിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യും. ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അടുത്ത സ്പ്രിന്റിലായിരിക്കും ചിലപ്പോൾ ആ ചേഞ്ച് വരുന്നത്, അല്ലെങ്കിൽ ആ ചേഞ്ചിന്റെ സംഭവം നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ വരുന്നത്. അപ്പം നമുക്ക് ഈ സെക്കൻഡ് സ്പ്രിന്റിന്റെ അകത്ത് കുറച്ച് സ്പിൽ ഓവർ വരും. അത് നമ്മൾ അവരോട് പറയണം, ഓൾറെഡി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഈ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഇത്ര പെർസെന്റേജ് ഓഫ് വർക്ക് അഫക്റ്റ് ആവും, അപ്പം ഇത്ര പെർസെന്റേജ് ഓഫ് വർക്ക് ഡിലേ ആവും. അത് അക്സെപ്റ്റബിൾ ആണെങ്കിൽ ഓക്കെ വി ക്യാൻ ഗോ അഹെഡ് ആൻഡ് അക്കോമഡേറ്റ് ദ ചേഞ്ച് എന്ന് പറഞ്ഞ് ചെയ്തു കൊടുക്കാം. പിന്നെ അജൈൽ പ്രിൻസിപ്പിൾസ് ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്യാൻ വായിച്ചു പോയാൽ മതി. കൂടുതൽ ഞാൻ ടൈം വേസ്റ്റ് ചെയ്തില്ല. ഇതിൽ എന്തെങ്കിലും
ഞാൻ ഡോക്യുമെന്റ് ഷെയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. മാം ഈ ഡോക്യുമെന്റ് ഒന്ന് ഷെയർ ചെയ്തേക്കാമോ? ഞാൻ ഫുൾ ആയില്ല, ഞാൻ ആ ഡെയിലി. ആ ഓക്കെ ഓക്കെ. അപ്പൊ ഇത്ര പീസ് ഓഫ് ഇന്നത്തെ ഫുൾ സംഭവം ഞാനത് നമ്മുടെ ഗ്രൂപ്പിന്റെ അകത്ത് സ്ക്രീൻഷോട്ട് ഇട്ടിട്ടേക്കാം. ഓക്കെ ആണോ? ആ പിന്നെ റെഗുലർ റിഫ്ലക്ഷൻ ഇത് നമുക്ക് നോക്കി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. പിന്നെ ബെനിഫിറ്റ്സ് ഓഫ് എജൈൽ ഓവർ വാട്ടർഫോൾ, ഫാസ്റ്റർ ഡെലിവറി ആയിരിക്കും, ഏർലി ഫീഡ്ബാക്ക് റെഡ്യൂസസ് റീവർക്ക്, ഗ്രേറ്റർ ഫ്ലെക്സിബിലിറ്റി ടു ചേഞ്ച് റിക്വയർമെന്റ്സ്. ഇതെല്ലാം നമുക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ എപ്പോഴാണ് എജൈൽ യൂസ് ചെയ്യേണ്ടത്? എജൈൽ യൂസ് ചെയ്യുന്നത് മോർ ഫ്രീക്വന്റ്ലി ചേഞ്ചസ് ആർ ഇവോൾവിങ്, ചേഞ്ചസ് ഇങ്ങനെ കസ്റ്റമേഴ്സ് സജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ചിലപ്പോൾ നമുക്ക് റിക്വയർമെന്റ് ഡോക്യുമെന്റ്സേ കിട്ടാറില്ല. അങ്ങനെയാകുമ്പോൾ നമ്മൾ തന്നെ ഒരു റിക്വയർമെന്റ് ഡോക്യുമെന്റ് ഡ്രാഫ്റ്റ് ചെയ്ത് എടുക്കേണ്ട സിനാരിയോസും ഉണ്ട്. കൂടുതലും റിക്വയർമെന്റ് ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ ജിറ ആയിട്ട് അവര് ഷെയർ ചെയ്ത് തരും. ഇതാണ് റിക്വയർമെന്റ്, അധികം ഡീറ്റെയിൽസ് കാണില്ല. പിന്നെ കൂടുതൽ ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഡെവലപ്മെന്റ് ടീം ആഡ് ചെയ്തിട്ട് ആയിരിക്കും അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനത്തെ പ്രൊജക്ട്സും ഉണ്ട്. ശരിക്കും ഇതൊരു ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ BRD ഡോക്യുമെന്റ് നമ്മളാണല്ലോ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഒരു ഫുൾ ഒരു റിക്വയർമെന്റ് ഒരു ക്ലയന്റിന് റിക്വയർമെന്റ് ഡോക്യുമെന്റ് ഇല്ലാതെ സിനാരിയോയിൽ നമ്മൾ എങ്ങനെ ചെയ്യും? അപ്പം നമ്മൾ തന്നെയാണ് റിക്വയർമെന്റ്സ് ക്ലയന്റിന്റെ കയ്യിൽ നിന്ന് മീറ്റിംഗ്സ് വെച്ചിട്ട് ആ ഒരു ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻ കാണും. ഇന്നതൊക്കെ ചെയ്താൽ ഇന്നത് കിട്ടും എന്നുള്ളൊരു സെഷൻ, ഒരു മീറ്റിംഗ് കാണും, പ്ലാനിങ് മീറ്റിംഗ് കാണും. അപ്പൊ ആ മീറ്റിംഗിന്റെ അകത്തുനിന്ന് നമുക്ക് മിനിറ്റ്സ് എഴുതിയെടുക്കുന്ന പോലെ നമ്മൾ എഴുതിയെടുത്തിട്ട് അതിനെ BRD ഡോക്യുമെന്റ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം ഇങ്ങനെ വരുമ്പോൾ. ഇനിയിപ്പോ ഇത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. റോൾസും റെസ്പോൺസിബിലിറ്റീസും പിന്നെ മെത്തഡോളജീസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു. ബൈ.